നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് വരൂ എന്നൊരു വിഭാഗത്തോട് പറയപ്പെട്ടാൽ അവർ പറയും, എന്തു പറയും? ഖാലു മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊന്നിലായിരുന്നോ ഞങ്ങൾക്കത് മതി. ഞങ്ങളുടെ പിതാക്കന്മാർ നോക്കൂ, അവരെ എങ്ങോട്ടായിരുന്നു വിളിച്ചത്? ഖുർആനിലേക്കാണ് വിളിച്ചത്, സുന്നത്തിലേക്കാണ് വിളിച്ചത്, നേതാക്കന്മാരിലേക്കല്ല, സംഘടനയിലേക്കല്ല, ഒരു പ്രദേശത്തെ പള്ളിയിലേക്കല്ല. ആ നാട്ടുകാരെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? ഖുർആനിലേക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കുമാണ് ക്ഷണിക്കുന്നത്. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഖാലു മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊന്നിലായിട്ടാണോ ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്കത് മതി. അപ്പൊ അള്ളൊരു ചോദ്യം ചോദിക്കേണ്ടവരോട്, അങ്ങനെ പറഞ്ഞവരോട്, ഖുർആനൊന്നും വേണ്ട, ഞങ്ങൾക്ക് സുന്നത്തൊന്നും വേണ്ട, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ കാരണവര്, അവർ നബിദിനം കഴിച്ചവരാണ്, അവർ ഹദ്ദാദ് കഴിച്ചവരാണ്, അവർ റാത്തീബ് കഴിച്ചവരാണ്, അവർ ഖബർ കെട്ടി ഉയർത്തിയവരാണ്, അവർ മഹാന്മാരോട് ഇസ്തിഹാസ നടത്തിയവരാണ്, അതുപോലെ തന്നെ അവർ ആണ്ട് കഴിച്ചവരാണ്, അവർ കണ്ണൂക്ക് കഴിച്ചവരാണ്, അതുപോലെ അവർ തെൽക്കീൻ ചൊല്ലിയവരാണ്, അവർ നമസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥന ചൊല്ലിയവരാണ്, ഞങ്ങൾക്കത് മതി എന്ന് പറയുമ്പോൾ അള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല, അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങളുടെ ഉപ്പാക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിലും, നിങ്ങളുടെ ഉപ്പാക്ക് അറിവില്ലെങ്കിലും വിവരമില്ലെങ്കിലും നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? അത് എന്തൊരു പ്രശ്നമാണ് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങളോട് അള്ളാഹ് ആവശ്യപ്പെട്ടു ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് വിളിക്കാൻ. ഞങ്ങള് ആ പണിയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തെയും എല്ലാ മതസമൂഹത്തെയും അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, പ്രവാചക തിരുമേനിയുടെ ചര്യയിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവിടേക്ക് അതാ ഞാൻ ആദ്യം പറഞ്ഞത്, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം മടങ്ങുക യഥാർത്ഥ ആരാധ്യനിലേക്ക് എന്നാണ് നമ്മുടെ വിഷയം. ആരാണ് യഥാർത്ഥ ആരാധ്യൻ? മാനവകുലത്തിന്റെ ആരാധ്യൻ ആരാണ്? ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ഉദ്ധരണി പറയാം. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. അതിൽ ആരാണ് യഥാർത്ഥ ആരാധ്യൻ? ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിലാണ്. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഏകനാകുന്നു. യഹ് അഹദ്, ഏകം, സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമദായേകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം എന്ന് വളരെ 5 തവണയാണ്. ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്നാ പറയും. ഏകൻ 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 കുൽ പറയുക നബിയെ, ഹുവല്ലാഹു അഹദ്. കാര്യം അല്ല ഏകനാണ്. ഏത് കാര്യത്തിൽ? ഇബാദത്തിന് അർഹനായിട്ട് അല്ലാഹുവല്ലാതെ വേറെ ഒരാളുമില്ല. ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഒരു നബിയെയും ഒരു വലിയനെയും ഒരാളെയും ഇബാദത്ത് ചെയ്യരുത് എന്നതാണ് ഇസ്ലാമിന്റെ ബേസ്. സൂറത്തുൽ ദാരിയാത്ത് 51-ാം അധ്യായം 55-56 വചനം അതിൽ പറയുന്നത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ, പടച്ചവനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമാണ്. ഞാൻ ശരിക്കും നിങ്ങളോട്, ഈ പ്രദേശത്തുള്ളവരോട്, സൂറത്ത് നൂഹ് 28 ഖുർആനിക വചനമാണ് അതിലുള്ളത്. 71-ാമത്തെ അധ്യായമാണ് ഖുർആനിൽ സൂറത്ത് നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഒരു അധ്യായം. ആ അധ്യായം വായിച്ചാൽ, 28 വചനങ്ങൾ വായിച്ചാൽ അത്ഭുതം കൂറിപ്പോകും മുസ്ലിങ്ങൾ. ഞാൻ ഇതര മതക്കാരെ കുറിച്ചല്ല പറയുന്നത്, അത്ഭുതകരമാണ്. കാരണം ഒരൊറ്റ ദൈവത്തെ കുറിച്ചുള്ള പരാമർശമാണ് അതിലുള്ളത്. അതിൽ ആദ്യം തുടങ്ങണ എങ്ങനെയാണ്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻസിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ഒരു ശിക്ഷ വരുന്നതിന് മുമ്പ് അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി നൂഹ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. താക്കീത്, നരകമുണ്ട്, ശിക്ഷയുണ്ട്, വരാനിരിക്കുന്ന ഭയചകിതമായ ഒരു ശിക്ഷയുണ്ട്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ.
ഖുർആനിലെ 11-ാം അധ്യായം 6-ാമത്തെ വചനം, അതുപോലെ ഖുർആനിലെ 19-ാം അധ്യായം 45-ാമത്തെ വചനം. ഈ വചനത്തിലൊക്കെ പറയുന്നത് പ്രവാചകന്മാർ അവരോട് പറഞ്ഞത് വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഉണ്ട്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ നിങ്ങളോട് ഈ യാഥാർത്ഥ്യം പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളോടുള്ള ഗുണകാംക്ഷയാണ്, നിങ്ങൾ നാളെ നരകത്ത് പോകരുത് എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇതിൽ വമാസ് അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. 26-ാം അധ്യായം 127 അതിൽ വീണ്ടും പറയുന്നു വമാസ് അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. സൂറത്ത് യാസീനിൽ കാണാം വജാഅ മിൻ അക്സൽ മദീന റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. 36-ാം അധ്യായം 20-21 വചനം. പ്രവാചകന്മാർ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ജനങ്ങളോട് അവരൊന്നും ചോദിച്ചിരുന്നില്ല. അള്ളാഹുവിങ്കിൽ നിന്ന് വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. ഇനി നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം, ഈ രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹ് പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? 21-ാം അധ്യായത്തിന്റെ 25-ലും 16-ാം അധ്യായത്തിന്റെ 36-ലും അള്ളാഹ് പറയുന്നത് വലഖദ് ബാസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ വലഖദ് ബാസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. നോക്കൂ, നിങ്ങൾ എല്ലാ സമൂഹത്തിലും വലികുല്ലി ഖൗമിൻ ഹാദ് വഇൻ മിൻകും ഇല്ലാ, ഒരു ജനപദത്തിലേക്കും ഖലാ ഫീഹാ നദീർ, താക്കീതുകാർ വരാത്ത ഒരു സമൂഹം ഉണ്ടായിട്ടില്ല. ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് ആരാധന റബ്ബിന്. ഇനി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നതോ ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. സൂറത്ത് നൂഹിലാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കുറച്ച് സമയം നമ്മുടെ സൂറത്ത് നൂഹിലാണ് ഉണ്ടാവുക. ആ സൂറത്ത് നൂഹിൽ നൂഹ് നബി അലൈഹിസ്സലാം ഒരു സമൂഹത്തെ അഭിമുഖീകരിച്ചു. ആ സമൂഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിരുന്നു. അതെന്താന്ന് ചോദിച്ചാല്, ചരിത്രത്തിൽ ജീവിച്ച് മരിച്ചുപോയ അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്ത മുഖ്ലിസീങ്ങളായ സലഫികളായ ഇഖ്ലാസ് ഉണ്ടായിരുന്ന 5 വലിയകളെ, 5 ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഇസ്തിഹാസ നടത്തിയവരായിരുന്നു നൂഹ് നബിയുടെ എതിർപക്കത്തുണ്ടായിരുന്ന ആളുകൾ. എതിർഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ആരായിരുന്നു? ഔലിയാക്കളുടെ പിന്നാലെ പോയവരായിരുന്നു എന്ന് അല്ലാഹ് ഖുർആനിൽ പറയാൻ. പക്ഷപാതിത്വമില്ലാതെ നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് 71-ാം അധ്യായം, വേറൊന്നും നിങ്ങളിന്ന് കേൾക്കണ്ട, 71-ാം അധ്യായം 28 ആയത്ത് വായിച്ചാൽ അതിൽ എന്താണുള്ളത്, ആരുടെ ആദർശമാണുള്ളത്? ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആദർശമാണ് ആ അധ്യായത്തിലുള്ളത്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ആ സംഘടനകളിൽ പലരുടെയും ആദർശം അതിലില്ലേയില്ല. കാരണം എന്താ? അനുസരണം എനിക്ക് എന്ന് നൂഹ് നബി അതിൽ പറയുന്നുണ്ട്. അനുസരണം അല്ലാഹ്ക്ക് മാത്രം എന്ന് നൂഹ് നബി പറഞ്ഞില്ല. ഇബാദത്ത് അല്ലാഹ്ക്ക് എന്ന് പറഞ്ഞ നൂഹ് നബി, തഖ്വ അല്ലാഹ്ക്ക് എന്ന് പറഞ്ഞ നൂഹ് നബി, അനുസരണം എനിക്ക് എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ നൂഹ് നബിനെ അനുസരിക്കൽ അദ്ദേഹത്തിനുള്ള ഇബാദത്തല്ല എന്ന് വന്നു. നാ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യലോ അത് അല്ലാഹ്ക്കുള്ള ഇബാദത്താണ്. അള്ളാഹിനെ അനുസരിക്കലോ അത് അല്ലാഹ്ക്കുള്ള ഇബാദത്താണ്. റസൂലിനെ അനുസരിക്കലോ അത് റസൂലിനുള്ള ഇബാദത്തല്ല, അത് അല്ലാഹ്ക്കുള്ള ഇബാദത്താണ്. കൃത്യം. അതുകൊണ്ടാണ് ഒറ്റ വചനത്തിൽ ഇബാദത്ത് അല്ലാഹ്ക്ക്, ഇത്വാഅത്ത് നബിക്ക് എന്ന് പറയാൻ കാരണം. അനുസരണം ഇബാദത്താണെങ്കിൽ ആ അനുസരണത്തിലൂടെ നിങ്ങൾ മുശ്രിക്കാകൂ എന്ന് നൂഹ് നബി പറയോ? പറയില്ല. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കുമുള്ള മറുപടി മുജാഹിദ് പ്രസ്ഥാനാണ് ശരി എന്ന് അവതരിപ്പിച്ച അധ്യായമാണ്. 1400 വർഷം മുമ്പ് അല്ലാഹ് പറയാണ് സലഫികളെ പിൻപറ്റിക്കൊള്ളി, അതിലാണ് ദീനുള്ളത്. നൂഹ് നബി വഹാബിയായിരുന്നു, നൂഹ് നബി സലഫിയായിരുന്നു എന്ന് പറയുന്ന അധ്യായമാണത്. ഓരോ വചനവും നിങ്ങൾ വായിച്ചു നോക്ക്. അടുത്ത വാചകം എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ് നിങ്ങളെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളി, പടച്ചവനോട് പൊറുക്കലിനെ തേടിക്കൊള്ളി. എങ്കിൽ ആരോട് പൊറുക്കലിനെ തേടിക്കൊള്ളി എന്നാ പറയുന്നത്? അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളി. അല്ലാ 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 എന്ന് മാത്രം പറഞ്ഞ ആളെ പേരാണ് നൂഹ് നബി. ഔലിയാക്കൾ 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 എന്ന് വർത്താനേല്ല നൂഹ് നബിക്ക്. അതാണ് ഖുർആൻ പരിശോധിച്ചാൽ ഔലിയാക്കളിലേക്ക് വിളിച്ച ഒരു നബീന്റെ പേരില്ല. ഔലിയാക്കളിലേക്ക് വിളിക്കുക ഇല്ല, അമ്പിയാക്കളിലേക്ക് വിളിക്കുക ഇല്ല. അമ്പിയാക്കളെ ഖബർ വെട്ടി ഉയർത്തി ദാ ഇവിടെ മരിച്ചതിന് ശേഷം അവർക്ക് എല്ലാ കഴിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ദർഗയിൽ പോയിട്ട് കുട്ടീനെ തേടിക്കൊള്ളി, ആ ദർഗയിൽ പോയിട്ട് രോഗം മാറാൻ അവരോട് ഇസ്തിഹാസ നടത്തിക്കൊള്ളി
എന്ന് പറഞ്ഞ ഒരു നബീന്റെ പേര് എന്റെ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടെത്തന്നാൽ നിങ്ങൾ പറയുന്ന പണിയാണ് എടുക്കും. ഒരൊറ്റ നബിയുടെ പേര് ഒന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേ. അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ച നബിമാര് 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ. ഞങ്ങൾക്ക് ഒരാളല്ല, 1.25 ലക്ഷത്തോളം. നിങ്ങൾക്ക് ഒരൊറ്റ ആളില്ല. ഓർക്കണം, ഒരൊറ്റ നബിയുടെ പിന്തുണ ഇല്ലാത്ത മുസ്ലിം സംഘടനകൾ. അത് അത്ഭുതമാണ്. ഒരു നബി പോലും ജീവിതത്തിൽ പകർത്താത്ത വിശ്വാസമുള്ള സംഘടനകൾ കേരളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ സഹിക്കുമോ? ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി, അച്ചട്ട് ആലോചിച്ചു നോക്ക്. ഒരു നബിയുടെ പിന്തുണയില്ലാത്ത, ഒരു വലിയന്റെ പിന്തുണയില്ലാത്ത മുസ്ലിം സംഘടനകൾ. അത് അത്ഭുതം തോന്നുകയാണ് എനിക്ക് പലപ്പോഴും. ഒരു കാര്യത്തിൽ പോലും ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയാത്ത ജനത, ദുർവ്യാഖ്യാനിക്കാനും കോട്ടിമാട്ടാനും അല്ലാതെ അച്ചട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് നൂനബി അവരോട് പറയാണ്, ഒരു നിശ്ചിത അവധി വരെ അള്ളാഹുങ്ങളെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നൂനബി അതിന്റെ 5-ാമത്തെ വചനത്തിൽ പറയാണ്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. അല്ലാഹുവേ, രാവെന്നോ പകലെന്നോ വ്യത്യാസമല്ലാതെ ഞാൻ ഈ ജനങ്ങളെ ക്ഷണിച്ചു. ഒരു പ്രവാചകൻ രാവെന്നോ പകലെന്നോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തറിയോ? മഗ്‌രിബിന് ഇതുപോലെ സ്റ്റേജ് കെട്ടി പ്രസംഗം മാത്രമല്ല, രാവിലെ ഒരു വീട്ടിൽ പോകും. അയാൾക്ക് 8 മണിക്ക് പറ്റിയ രാവിലെ 8 മണിക്ക് അയാളോട് സംസാരിക്കും. വേറൊരാൾക്ക് സുബൈ കഴിഞ്ഞിട്ട് അയാളോട് സുബൈക്ക് എന്ന് സംസാരിക്കും. വേറൊരാൾക്ക് രാത്രിയിലാണോ അയാളോട് രാത്രി ചെന്ന് സംസാരിക്കും. കാരണം ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ ആർക്കും ഒരു പ്രയാസമില്ല. അത്ര കൃത്യമായിട്ടാണ് ഈ പ്രാപഞ്ചിക പ്രതിഭാസം, സ്ഥൂലവും സൂക്ഷ്മമായ ഈ മഹാപ്രപഞ്ചം, ഈ 7-14 ലോകങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് സർവശക്തനായ പടച്ചതമ്പുരാന്റെ നിയന്ത്രണത്തിലാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും എല്ലാം ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് ലോകവേദങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്നത്, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥിവ്യും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം അതിൽ കൃത്യമായിട്ട് പറയാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ച സിട്ടാവ്, ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം, എല്ലാ ജീവജാലങ്ങളും ഉണ്ടായതിനു ശേഷം, സാഗരങ്ങളും കാനനങ്ങളും കാട്ടാറുകളും ഗർജിക്കുന്ന സിംഹവും ചിഹ്നം വിളിക്കുന്ന ആനയും എല്ലാം ഉണ്ടായതിനു ശേഷം ഒടുവിലുണ്ടായ സിട്ടിയാണ് മനുഷ്യൻ. അമ്പലമില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്, ചർച്ചില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്, പള്ളിയില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ദേവാലയങ്ങളൊന്നുമില്ലാത്ത കാലം. അന്ന് പെരിച്ചായി ഉണ്ട്, പാമ്പുണ്ട്, പശുണ്ട്, കാളയുണ്ട്, അതുപോലെ കുരങ്ങുണ്ട്, പുലിയുണ്ട്, പശുണ്ട്, അതുപോലെ കാക്കയുണ്ട്. ഇതൊക്കെ ജീവിച്ചിരുന്നു. പക്ഷെ അന്ന് അമ്പലമില്ല, അന്ന് പള്ളിയില്ല, ഒന്നുമില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇവിടെ വരുമ്പോ ഭൂമിയുണ്ട്, ആകാശമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, രാവുണ്ട്, പകലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവരുടെ ആരുടെ നിയന്ത്രണത്തിലല്ല രാവും പകലും. അതുകൊണ്ടല്ലേ സായിബാബ മരിച്ചപ്പോ രാവ് നിന്നുപോയോ? ഇല്ല. പകല് നിന്നുപോയോ? ഇല്ല. സൂര്യൻ ഉദിക്കാതിരുന്നോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? സായിബാബ കയ്യിലൊരു പങ്കുമില്ല. യേശു ക്രിസ്തു കുരിശിലേറി 3 ദിവസം കുരിശിൽ കിടന്നു. അന്നും രാവുണ്ടായി, പകലുണ്ടായി. അതുകൊണ്ടാണ് 3 ദിവസം എന്ന് പറയുന്നത്. യേശു കുരിശിലേറിയപ്പോഴും പകലും രാവുണ്ടായെങ്കിൽ യേശുവിന് അതിലൊരു പങ്കുമില്ല എന്ന് ചിന്തിക്കാൻ ഒരു നേരത്തെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് പറ്റൂലേ? പറ്റും. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ആരും, മഹാഭൂരിപക്ഷവും ബുദ്ധി ഉപയോഗിക്കാത്തവരാണെന്നാണ് ഖുർആൻ പറയുന്നത്. അത് ഏറെ ബോധ്യവുമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ വലാകിന്ന അക്സറന്നാസി ലാ യശ്ഉറൂൻ. 30-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. ഖുർആൻ പറയുന്നത് ഭൂരിപക്ഷ ആളുകളും മനസ്സിലാക്കില്ല, പഠിക്കാൻ ശ്രമിക്കില്ല, ചിന്തിക്കില്ല, നന്ദി കാണിക്കുകയില്ല. ഭൂരിപക്ഷം മുമ്പേ ഗമിച്ചിടുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന നിലയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാവെന്നോ പകലെന്നോ വ്യത്യാസമല്ലാതെ പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഉറക്കെ വിളിച്ചു, ഞാൻ പതുക്കെ വിളിച്ചു, ഞാൻ രഹസ്യമായി പറഞ്ഞു, ഞാൻ പരസ്യമായി പറഞ്ഞു. എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അടുത്ത വാചകം ശരിക്കും ശ്രദ്ധിക്കണം. 71-ാം അധ്യായം 10-ാമത്തെ വചനം. ഞാൻ എന്റെ വക അർത്ഥം പറയണില്ല. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ
മാലകുൻ ലാ തർജൂന ലില്ലാഹി വഖാറാ. നൂഹ് നബിയുടെ മറുഭാഗത്ത് ഒരു പണ്ഡിത സഭ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ഒരു പണ്ഡിത സഭ ഉണ്ടായിരുന്നു. ആ പണ്ഡിത സഭ എന്താ അവിടെ ചെയ്തതെന്ന് സൂറത്ത് നൂഹ് പറയാൻ. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നത് എന്താ അറിയോ? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളി. ഞാൻ ചോദിക്കുന്നത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വായിലൂടെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഔലിയായിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളി, പ്രവാചകന്മാരോട് പൊറുക്കലിനെ തേടിക്കൊള്ളി എന്നൊരാശയം ഒരൊറ്റ വാചകത്തിൽ അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഹദത് ലകഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനൊരു വാചകം ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ഇതാണ് വിഷയം. ഞങ്ങളുടെ വിഷയം അതാണ്. അപ്പൊ ഞങ്ങൾ എന്ത് നോക്കും? ഖുർആനിലുണ്ടോ? അതെന്താ കാരണം? ഞങ്ങൾക്ക് ആരോടെങ്കിലും എന്തോ വിരോധമുള്ളതുകൊണ്ടാ? നാട്ടുകടപ്പും നാട്ടാചാരവും കൊണ്ടാടാൻ ഞങ്ങൾക്കാർക്കും ബുദ്ധിയില്ലായിട്ടാ? അല്ല. അത് ആചരിച്ചാൽ നരകത്ത് പോകും, സ്വർഗത്ത് പോകില്ല. കാരണം വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം പഠനമാണ്, പഠിപ്പിക്കുകയാണ്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കണ പോലെ പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായം 59-ാമത്തെ വചനം, സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനം 5-9. അതിലെന്താ ഉള്ളതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ് വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ദാലിക ഖൈറുൻ. നോക്കൂ, അല്ലാഹ് പറയാണ് ഇലല്ലാഹി വറസൂലി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെ അനുസരിക്കണം. ഇനി മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അവിടെ ഉലുൽ അംറിനെ കട്ട് ചെയ്തു. എന്തുകൊണ്ട്? ഉലുൽ അംറിന് മതം തീരുമാനിക്കാനുള്ള അവകാശമല്ല. അതുകൊണ്ട് അവരെ കട്ട് ചെയ്ത്. നാ അനുസരിക്കലോ? അവരനുസരിക്കണം. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കണം, അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. നാം മതം എന്ന നിലയിൽ ഉമറാക്കൾ പറയുന്നത് തൊണ്ടോടാതെ വിഴുങ്ങണോ? വിഴുങ്ങരുത് എന്ന് മാത്രമല്ല, അങ്ങനെ വിഴുങ്ങിയാൽ നരകത്തിലാണ്. അങ്ങനെ വിഴുങ്ങിയാല് നരകത്തിലാണ്. അതെവിടെയുള്ളത്? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 66, 67, 68 വചനം. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്വാന അല്ലാഹ് വഅത്വാന റസൂല. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ദിവസം അല്ലാഹനെ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ടോ വല്ലദീന യഖൂലൂന, അവർ പറയും, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ സാദാത്യങ്ങളെയും സാദതനാ വകുബ്റാഅനാ ഫഅളൂന സബീല, സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും തൊണ്ട തൊടാതെ വിഴുങ്ങിയല്ലോ, തൊണ്ട തൊടാതെ അനുസരിച്ചല്ലോ. ഖലീൽ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ലോ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങളുടെ വയലത്തൂർ സാദാത്യങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ലോ. റബ്ബനാ ആതിൽ ദഫൈൻ മിനൽ അദാബ്, അതുകൊണ്ട് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഇതൊക്കെ ഖുർആനിലുള്ളതാ. എന്നോട് എത്രയോ സ്ഥലത്ത് നിന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഖുർആനിലുണ്ടോ. കാരണം ജീവിതത്തിൽ ഒരു ഉസ്താദെന്നും നമ്മളെ സാധു മനുഷ്യന്മാർ ഓതി കേട്ടിട്ടില്ല. ഇല്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്നിവിടെ ഓതുന്ന പലതും ജീവിതത്തിൽ ഒരിക്കലും AP ഗ്രൂപ്പിലോ EK ഗ്രൂപ്പിലോ വിട്ട ഒരു സമസ്തക്കാരൻ ഓതിയിട്ടുണ്ടാവില്ല. അത് ഓതി വിവരിക്കാനുള്ള ധൈര്യം അവർക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ആയത്തുകൾക്കെതിരാണ് അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും അവരുടെ കർമ്മവും. നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കും. എന്തെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് ദുനിയാവിൽ. ജോലി കിട്ടാൻ വേണ്ടി എന്തെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ആഖിറത്തിന് വേണ്ടി ഒന്ന് പഠിച്ചു. അറ്റ്ലീസ്റ്റ് ഖുർആൻ മുന്നിലെടുത്ത് വെച്ച് വെറുതെ ഒന്ന് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ പരാതി എന്താ അറിയോ? പരലോകത്ത് ഏറ്റവും വലിയ പരാതി അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്നകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥാ. മുടിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ മൊയ്തീമാല ചൊല്ലിയ സ്വർഗത്ത് കിട്ടുന്ന. മൊയ്തീമാല മുഹമ്മദ് നബി ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് ചൊല്ലിയിട്ടുണ്ടോ? സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന ആൾ അബൂബക്കർ സിദ്ദീഖ്. മൊയ്തീമാല കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സഹാബി അത് കണ്ടിട്ടുണ്ടോ? ഇല്ല. 9-ാം നൂറ്റാണ്ടിലാ അല്ലേ?
അപ്പൊ അത് പഠിക്കാനാണ് ഇവിടെ പറയുന്നത്. ഖുർആനോ, ഖുർആൻ പഠിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ ഒരു ജൂതൻ എഴുതിയ പുസ്തകമല്ല, EK അസംസിലർ എഴുതിയ പുസ്തക, 16ാമത്തെ പേജ്. അതിന്റെ അർത്ഥം എന്താ പറയുക? ഖുർആൻ തർജമ ചെയ്ത് പഠിക്കുന്നതിനെ തൊട്ട് മുസ്ലിങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം. ഞാനത് ആ പുസ്തകം കണ്ടപ്പോൾ ഇത് ജൂതൻ എഴുതിയതായിരിക്കും, നോക്കുമ്പോൾ ഒരു മുസ്ലിയാരെ എഴുതിയതാ. എത്ര വലിയ ഖുർആൻ പഠിക്കുന്നതിൽ മനുഷ്യനെ തടുക്കുന്ന ഗ്രന്ഥം. അല്ല തന്നെ ചോദിക്കണം എന്തറിയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അവരെന്താ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അവരെന്താണ് ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തത്? അപ്പൊ പഠിക്കണ്ടേ? ഖുർആനിലെ 47 അധ്യായം 24ാമത്തെ വചനമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. 17ാം അധ്യായം 82ാമത്തെ വചന. ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ശിഫയാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. 10ാം അധ്യായം 58ാമത്തെ വചന. ലോകത്ത് ഫെറാറി കാറോ ഓഡി കാറോ വലിയ കൊട്ടാരോ അതിനേക്കാളൊക്കെ വലുതാണ് ഖുർആന്റെ അർത്ഥം പഠിക്കൽ എന്ന് അല്ല പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഖുർആനിൽ അല്ല പറയുന്നത് എന്താണ്? ആ ഖുർആനില് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളി. എന്നാലോ അല്ല നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. എന്താ പറയുന്നത്? അള്ളാഹുലേക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ. എന്തുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം അത് പറയുന്നത്? ഇബ്നു ജരീർ തബരിയും ഇമാം റാസിയും അതുപോലെ തന്നെ ഖുർത്തുബിയും ഇബ്നു കസീറും ഒക്കെ പറയുന്ന കാര്യമുണ്ട്. 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു നൂഹ് നബിയുടെ എതിർഭാഗത്തുണ്ടായിരുന്ന ആളുകൾ. ഔലിയാക്കളെ വർത്താനം പറയുന്നവർ ഇന്ന് ആരാ? ഒന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കേരളത്തിൽ അള്ളാനെ മറന്നിട്ട് എനിക്ക് 52 വയസ്സായി. ഈ 52 വയസ്സിനിടയിൽ 10 മിനിറ്റ് റബ്ബിനെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം AP സുന്നിയിൽ നിന്നും EK സുന്നിയിൽ നിന്നും ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് തരണം കേട്ടോ, എനിക്കൊന്ന് അത്ഭുതപ്പെടാനാ. ഞാൻ ഒന്നുകൂടി പറയണു, എന്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാനെ പറ്റി മാത്രം പ്രസംഗിച്ച് ഒരു ഉസ്താദിന്റെ പ്രസംഗങ്ങൾ എനിക്ക് ഇട്ട് തന്നാൽ നിങ്ങൾ പറയുന്ന പണിയാണ് എടുക്കും. എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? അള്ളാനെ പറ്റി പറയാൻ എന്താണ് നമ്മുടെ മുസ്ലിം സംഘടനകൾക്ക് ഇത്ര മടി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ മുജാഹിദുകൾ അള്ളാനെ പറ്റി മാത്രം പറയുന്ന ഏറ്റവും കൂടുതൽ. അതെന്തുകൊണ്ടാ? പ്രവാചകന്മാരുടെ ചര്യ സ്വീകരിച്ചുകൊണ്ട്. കാരണം പ്രവാചകന്മാർ അള്ളാനെ പറ്റി മാത്രം പറഞ്ഞവരാ. 950 വർഷം അള്ളാനെ മാത്രം 950 വർഷം 1050 കുറവുള്ളൊരു കാലഗണന. ഒരു പ്രവാചകൻ അള്ളാനെ പറ്റി മാത്രം. നാം മറുഭാഗത്തുള്ളവരോ ഔലിയാക്കളെ പറ്റി മാത്രം. ഇനി എന്റെ ചോദ്യം, ആ ഔലിയാക്കളെ നൂഹ് നബി പറയാണ് ഒരു കാഫിറുകളാണ്. ആ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ആ ഔലിയാക്കളോട് ഇസ്തിഗാസ നടത്തുന്നവരെ കാഫിറുകൾ എന്ന് നൂഹ് നബി വിളിച്ചിരിക്കുന്നു. ഇനി പറയൂ, നൂഹ് നബിക്ക് തെറ്റുപറ്റിയോ ഇല്ലേ? എന്റെ ചോദ്യം ഞാൻ വേറെ ഒന്നും പറയില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹത്തിന് 5 വോളിയം ഖുർആൻ പരിഭാഷയുണ്ട്. അതിൽ സൂറത്ത് നൂഹിന്റെ പരിഭാഷകൾ ഇപ്പൊ എടുത്തു നോക്ക്, എന്റെ കയ്യിലുണ്ട്. ആ സൂറത്ത് ആ പരിഭാഷയിൽ അദ്ദേഹം പറയാണ്, വഹി അസ്മാഉ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ 5 ഔലിയാക്കളായിരുന്നു. ആര്? വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ. ഇവരാരായിരുന്നു? മനുഷ്യന്മാരായിരുന്നു. അള്ളാനെ ആരാധിച്ചവരായിരുന്നു, ഭക്തരായിരുന്നു, അള്ളാന്റെ ഔലിയാക്കളായിരുന്നു. ആ ഔലിയാക്കളുടെ മരണശേഷം അക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ഓർക്കണം, ഔലിയാക്കളുടെ അനുയായികൾ അവർ. അല്ലാണ്ട് ലോകത്താദ്യം പാമ്പിന്റെ പ്രതിമയോ പശുവിന്റെ പ്രതിമയോ മരം കൊണ്ട് പ്രതിമയോ ഒന്നല്ല ഉണ്ടായത്. 5 ഔലിയാക്കളുടെ എന്ന് പറഞ്ഞാൽ മാനവ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായത് സമസ്ത ഇന്ന് ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളുന്ന ജനപദമാണ്. നൂഹ് നബിന്റെ കാലത്ത് നൂഹ് നബി ആകട്ടെ വഹാബിയും. നൂഹ് നബി സമ്പൂർണ്ണ വഹാബിയായിരുന്നു. അത് സൂറത്ത് നൂഹ് പഠിച്ചാൽ കിട്ടും. വെറുതെ നിങ്ങൾ സൂറത്ത് നൂഹ് ഒരു സമസ്തക്കാരൻ എടുത്ത് വായിച്ചേ, അയ്യേ എന്തൊരിടങ്ങേറ്, വഹാബിസം കുത്തി നിറച്ചൊരു ഗ്രന്ഥം ഇത് ഖുർആൻ. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഖുർആനിൽ വഹാബിസ് അല്ലാതെ വേറൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി ഖുർആനിലില്ല. നിങ്ങൾ ശരിക്കും പഠിച്ചോളി. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലില്ല. ഇത് ഞാൻ പറയും നിങ്ങൾക്ക് കൗതുകം തോന്നും, വേണ്ട നിങ്ങൾ വെറുതെ വായിച്ചോ. നമുക്ക് എല്ലാവർക്കും ഓരോ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കും ഖുർആൻ 1-ാം അധ്യായം മുതൽ അവസാനം വരെ വായിക്കാം. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഓന്റെ ആശയം ആ ഖുർആൻ ഒറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കട്ടെ. മുജാഹിദ് ബാലുശ്ശേരി എന്ന് ഞാൻ ഖുർആനിലെ മുഴുവൻ വചനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് ഞാൻ തെളിയിക്കും. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തോ. എന്നിട്ട് നിങ്ങൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ചെയ്തു നോക്ക്.
ആയത്ത് ഇങ്ങനെ ഓതി കൊടുക്കുക. എന്നിട്ട് സമസ്തന്റെ ആശയം ഏത് ഖുർആന്റെ വചനത്തിലുള്ളത് നോക്കുക, അല്ല മുജാഹിദിന്റെ ആശയമാണോ ഉള്ളത്. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ എന്ത് വ്യക്തമാക്കാം. സൂറത്ത് നൂഹിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം ശരിക്കും കേട്ടോളിട്ടോ. 13-ാമത്തെ വചനാണ്, 71-ാം അധ്യായം 13. ഇപ്പൊ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്. നൂഹ് നബി അവരോട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ പറഞ്ഞു. നിങ്ങൾക്ക് യുർസിലിസമാ അലൈക്കും ഇദ്റാറ, നിങ്ങൾക്ക് കുട്ടികളെ തരും, അരുവി ഒഴുക്കി തരും, സന്താനം തരും, സമ്പത്ത് തരും. എന്നൊരു ചോദ്യം ചോദിക്കാൻ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. നൂഹ് നബി എന്താ ചോദിക്കണത്? അല്ല, എന്താ കൂട്ടരെ നിങ്ങൾ ഔലിയാക്കളെ പിന്നാലെ പോണത്? അള്ളാഹ്ക്ക് എന്താണ് നിങ്ങൾ ഒരു വക്കാറത്ത് കാണാത്തത്? ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ നാട്ടുകാരോട്, വളരെ ബുദ്ധിയുള്ള ഈ നാട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും നൂഹ് നബി സമസ്തക്കാരനാണെങ്കിൽ നൂഹ് നബി എന്താ ചോദിക്കണ്ടേ? അല്ല, എങ്ങായി അള്ളാഹിനെ പറ്റി മാത്രം പറ്റി ഇങ്ങനെ പറഞ്ഞെടുക്കണേ, 5 ഔലിയാക്കൊക്കെ എന്താ നീ ഒരു വക്കാറത്ത് കാണാത്ത എന്നല്ലേ ചോദിക്കണ്ടേ? മറിച്ച് നൂഹ് നബി ചോദിക്കണത് എന്താണ്? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. അള്ളാഹ്ക്ക് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കാണാത്ത? വല്ലാത്തൊരു എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, 7 അടുക്കുകളുള്ള ആകാശം സൃഷ്ടിച്ചു തന്ന അള്ളാഹ്ക്ക്, നിങ്ങളെ വിവിധ ഘട്ടങ്ങളായി സൃഷ്ടിച്ച അള്ളാഹ്ക്ക്, നിങ്ങൾക്ക് ഭൂമിയിൽ ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി തന്ന അള്ളാഹ്ക്ക് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കാണാത്ത? നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായി ഭൂമിയെ പരത്തി വിധാനിച്ച് തന്ന അള്ളാഹ്ക്ക് നിങ്ങൾ എന്താ ഒരു ഗാംഭീര്യം കാണാത്ത? ഇതാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു പ്രസംഗം നടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ആ പ്രസംഗം എന്താണെന്നറിയോ? നോക്കൂ, ആ ആളുകൾ പറയാണ്, ആ ജനങ്ങളോട് പറയാണ്, നൂഹിന് ഭ്രാന്താണ്. വദ്ദം വലാ സുവാഅം വലാ യഹൂസ വയഹൂക വനസ്റാ. നൂഹ് നബിയുടെ മറുഭാഗത്ത് പ്രസംഗമുണ്ട്, ഖണ്ഡനവും മണ്ഡനവും ഉണ്ട്, സംവാദമുണ്ട്. അന്നത്തെ ഉസ്താദ്മാര് നൂഹ് നബിന്റെ പ്രസംഗം കേട്ടിട്ട് ആളുകളോട് പറയണെന്തറിയോ? 5 ഔലിയാക്കൾ നിങ്ങൾ ഉപേക്ഷിക്കരുത് കേട്ടോ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടരാരുത് കേട്ടോ, ഇവരൊക്കെ വലിയ മഹാന്മാരാണ്, ഇവർക്കാണ് കേട്ടോ നിങ്ങൾ വക്കാറത്ത് കൊടുക്കേണ്ടത് എന്ന് പ്രസംഗിക്കാണ് അവര്. അപ്പൊ നൂഹ് നബി വീണ്ടും അള്ളാഹിനോട് പറയണത് അറിയോ? നാദാ, ഇവര് കേട്ടോ പ്രസംഗിക്കുന്നത് കണ്ടോ? ഔലിയാക്കളെ പിന്നാലെ പോകുന്ന ഒരു കൗമിനെയാണ് ഇവരുണ്ടാക്കണത്. നിന്നിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് ഇവര് പുതപ്പ് വെച്ചിട്ട് ചെവി മൂടിക്കളയാണ്. എന്നാ ഔലിയാക്കളെ പിന്നാലെ പോകാനോ? ഇതാ ഇവിടെ കുറെ ആള് തയ്യാറായിരിക്കുന്നു അല്ലാ. എന്നിട്ട് നൂഹ് നബി പറയണത് അറിയോ? നാദാ, ഈ ആളുകൾ ഫാജിറുകളെ അല്ലാതെ, തെമ്മാടികളെ അല്ലാതെ ഇവരൊന്നും ഉൽപ്പാദിപ്പിക്കൂല. ശരിക്കും 5 ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നവർ മുത്തക്കികളാണെങ്കിൽ നൂഹ് നബി പറയേണ്ടത് എന്താ? പടച്ചോനെ, ഇവരിൽ നിന്ന് മുത്തക്കികളാ ഉണ്ടാവുക. നേരെ മറിച്ച് പറയുന്നു, ഇവരിൽ നിന്ന് ഫാജിറുകളാ ഉണ്ടാവുക, തെമ്മാടികളാ ഉണ്ടാവുക. മാത്രമല്ല, ഇവർക്ക് വഴിപിഴവ് വർദ്ധിപ്പിച്ച് ഇനി ഇവരിൽ നിന്ന് വഴിപിഴച്ചവരല്ലാതെ ഉണ്ടാവൂല. ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഹാസ നടത്തൽ ഹിദായത്താണെങ്കിൽ നൂഹ് നബിക്ക് തെറ്റുപറ്റിയോ? ഇതാണ് എന്റെ ചോദ്യം. 5 ഔലിയാക്കൾ വിളിച്ചവരെ പറ്റി നൂഹ് നബി പറയുന്നത് എന്താ അറിയോ? വഴിപിഴച്ചവർ. അവൻ നൂഹ് നബിക്കാണോ തെറ്റിയത്? ഔലിയാക്കളെ പിന്നാലെ പോയവർക്കാണോ തെറ്റിയത്? ഇന്ന് രാത്രി ഈ നാട്ടിൽ സത്യാസത്യം വേർതിരിയും. സ്വീകരിക്കലും നിങ്ങൾ പണി. ഈ സദസ്സിനെ കുറിച്ച് അള്ളാഹിന്റെ റെക്കോർഡിൽ ഉണ്ടാവും. നാളെ മഹ്ശറിൽ ഈ പ്രസംഗം അള്ളാഹു ഓപ്പൺ ചെയ്യും. ഈ പ്രസംഗം കേട്ടിട്ട് നന്നാകാത്തവർ അള്ളാഹു ശിക്ഷിക്കും. ഒരു സംശയം വേണ്ട, ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതെന്താ? അള്ളാഹ് ഖുർആൻ ഇറക്കിയത് അതിനാ. അള്ളാഹ് പറയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ അഖ്വം. ഖുർആനിലെ 17-ാം അധ്യായം 9-ാമത്തെ വചനം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നത്. അതിലാണ് നൂഹ് നബി എന്താ പറയുന്നത് അറിയോ? അടുത്ത വാചകം, പടച്ചോനെ, ഈ ഭൂമുഖത്ത് ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഫിറുകളെ, സത്യനിഷേധികളെ നീ വിട്ടേക്കരുതേന്ന്. ഇപ്പൊ വെള്ളത്തിൽ മുക്കി അള്ള കൊന്നതാരെയാണ്? 5 ഔലിയാക്കളെ പിന്നാലെ പോയവരെയാണ്. ഇനി പറയൂ, മൊയ്തീൻ ഷെയ്ഖ് എന്ന ഔലിയാന്റെ പിന്നാലെ പോണോ? CM മടവൂർ എന്ന ഔലിയാന്റെ പിന്നാലെ പോണോ? മമ്പ്രതങ്ങൾ എന്ന ഔലിയാന്റെ പിന്നാലെ പോണോ? അല്ല അള്ളാന്റെ പിന്നാലെ പോണോ? ഞങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പിന്നാലേക്കല്ലേ നിങ്ങൾ ക്ഷണിച്ചത്? അല്ല. കെ ഉമർ മൗലവിന്റെ അടുത്തേക്കല്ലേ നിങ്ങൾ ക്ഷണിച്ചത്? നിങ്ങൾക്കും ഞങ്ങൾക്കും വായു തന്ന പടച്ചവനിലേക്കാണ്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച റബ്ബിലേക്കാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, അന്തം തമഹ പ്രവിശന്തിയേ സംപുത്യമുപാസദേ തദോബുയ ഇബദേ ഇഹ്സംബുദ്യാമ്രദഹ. ഈശാവാസോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകമാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? സൃഷ്ടികളെ ആരാധിക്കുന്ന ആരായിരുന്നാലും അവൻ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്ന. എങ്ങനെ? 108 സുപ്രധാനമായ ഉപനിഷത്തുകളുണ്ട്. അതിൽ ദശോപനിഷത്തുക്കൾ, ഈശാവാസോപനിഷത്തുണ്ട്, ബൃഹദാരണ്യോപനിഷത്തുണ്ട്, മുണ്ടകോപനിഷത്തുണ്ട്, കഠോപനിഷത്തുണ്ട്, ശ്വേതാശ്വേതരോപനിഷത്തുണ്ട്,
അല്ലോകോപനിഷത്തുണ്ട്, തൈത്തിരീയോപനിഷത്തുണ്ട്. ഇതിലൊരു സ്ഥലത്ത് പറയാണ്, ദൈവേതരരെ, അത് പാമ്പായാലും പശു ആയാലും എന്തിനാരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്ത് പോകുന്ന, നരകവും സ്വർഗവും ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നുണ്ട്. ഹതോപ പ്രാപ്സി സ്വർഗം, ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 30-ാമത്തെ ശ്ലോക. അർജുന, ഈ യുദ്ധത്തിൽ ഷഹീദായ സ്വർഗം കിട്ടുന്ന. അപ്പൊ സ്വർഗവും നരകവും ഒക്കെ എല്ലാ വേദത്തിലുണ്ട്. അത് പഠിച്ചു നോക്കിയാലേ നമുക്ക് അത്ഭുതം തോന്നും. ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു നമ്മളെന്നും, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു എന്നും, നമ്മൾ വിവിധ ഗോത്രങ്ങളായി വേർതിരിക്കുകയാണ് ഉണ്ടായതെന്നും, പിന്നെ നമ്മൾ മത്സരിക്കുകയാണ് ഉണ്ടായതെന്നും, മതത്തിന്റെ പേരിൽ നമ്മൾ തല്ലുകൂടുകയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാകും. നമുക്ക് വായുവും വെള്ളവും നൽകിയത് ഒറ്റ പടച്ചോനാ, അല്ലെ? ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് ആന്തരിക ഭയം നൽകിയ റബ്ബിനെയാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും ഈ സദസ്സിൽ ഇരിക്കുന്നവർക്കും ഇതൊക്കെ നൽകിയത്. അതുകൊണ്ട് ഒരൊറ്റ ദൈവത്തിലേക്കാണ് ലോകത്തെ നമ്മൾ ക്ഷണിക്കുന്നത് എന്ന പച്ച യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. അവൻ പോരെ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ പോരെ, അല്ലെ? ബൈജു എന്ന് പറഞ്ഞൊരു സിനിമാ നടനുണ്ട്. അയാൾ പറയുന്ന ഒറ്റ ദൈവത്തിലാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. മനുഷ്യർക്കൊക്കെ കുറെ ദൈവങ്ങളോ, അതെന്ത് വിശ്വാസമാണെന്നാ. ഒരു സിനിമാ നടന്റെ മനസ്സിൽ പോലും അത് വലിങ്ങനെ സ്വാധീനിച്ചു. ഇസ്ലാം നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബിയുടെ പ്രതിമല്ല, ഇല്ല. ലോകത്ത് പ്രതിമല്ലാത്ത ഏക ആചാര്യനാ മുഹമ്മദ് നബി. ശ്രീനാരായണ ഗുരുവിന് പ്രതിമയുണ്ട്, ശ്രീബുദ്ധന് പ്രതിമയുണ്ട്, ശ്രീരാമന് പ്രതിമയുണ്ട്, ശ്രീകൃഷ്ണന് പ്രതിമയുണ്ട്, യേശു ക്രിസ്തുവിന് പ്രതിമയുണ്ട്, കന്യാമറിയമ്മന് പ്രതിമയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിമയില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിൽ അത് പാടില്ല. ഇസ്ലാമിൽ മാത്രമല്ല, പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ, പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വചനം. ഇതിലെല്ലാം പറയുന്നത് എന്താണ്? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. കേനോപനിഷത്തിലാണ് 6-7 വചനങ്ങളാണ്, പ്രഥമവല്ലിയിലാണ്. അവിടെ പറയുന്നത്, നീ കൈകൊണ്ട് കൂപ്പി നിൽക്കുന്ന ഈ വിഗ്രഹം ഉണ്ടല്ലോ, ഇത് ഒറിജിനൽ ദൈവമല്ല. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയവനാരോ, നിന്റെ കണ്ണിന് പ്രാപിക്കാൻ പറ്റാത്തവനാരോ, അവനെ നീ ദൈവമെന്നറിഞ്ഞാലും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നിരീശ്വരവാദിയുടെ ഒക്കെ ദൈവം ഒന്നാണെന്ന് വന്നാൽ, അവരൊക്കെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളാണെന്ന് വന്നാൽ, ഇതിനേക്കാൾ വലിയ സാഹോദര്യം എന്താണ്? ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയം വസുദൈവ കുടുംബകം എന്നതാണ്. അപ്പം വളരെ വ്യക്തമായ ഒരു ആശയമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ നോക്ക്, എന്താ നിങ്ങൾ അള്ളാഹുവിനൊരു വക്കാറത്ത് കാണാത്ത എന്നാ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണേ? നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണതോ എന്താ CM അടൂരിനെ മുദബ്ബിറുൽ ആലമായി കാണാത്തത് എന്നാ? ഇതാണ് ഇസ്ലാമും ഇസ്ലാമേതര ദർശനവും തമ്മിലുള്ള വ്യത്യാസം. ഔലിയാക്കളെ പിന്നാലെ പോകുക എന്നുള്ളത് ഇസ്ലാം അല്ല, മനസ്സിലായോ? ഔലിയാക്കളെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പാണ്. അള്ളാഹനെ വിളിക്കുന്നതിനേക്കാൾ ഔലിയാക്കളെ വിളിക്കുന്ന ഒരു ജനത ഈ നാട്ടിലുണ്ട് എന്നുള്ളതിൽ ആർക്കും എതിരെ അഭിപ്രായമില്ല, ഒരൊറ്റ കുട്ടിക്കെതിരെ അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ആലോചിക്കുക, ഖുർആനിൽ ഇത് ഏതൊരു പ്രവാചകന്റെ ചരിത്രം നിങ്ങൾ എടുത്തോ, ആ പ്രവാചകൻ റബ്ബി ഔഫിർലി, ഖുർആനിലെ 71-ാം അധ്യായം 28-ാമത്തെ വാചകം, നൂഹ് നബി അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയാണ്, പടച്ചവനോട് ദുആ ചെയ്യാൻ. കുട്ടികളെ കിട്ടാത്ത പ്രയാസപ്പെട്ട പ്രവാചകന്മാർ, അവരാരെങ്കിലും ഒരു ഖബറിൽ മൺമറഞ്ഞു പോയ വലിയനോടോ ഒരു നബിയിനോടോ കുട്ടികളെ തരണേന്ന് പറഞ്ഞ ഒരു ദുആ അള്ളാഹിന്റെ ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? അപ്പൊ 37-ാം അധ്യായം 100-ാമത്തെ വചനം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. 37-ാം അധ്യായം സൂറത്ത് സാഫാത്ത്, അതിലെ 100-ാമത്തെ വചനം, അത് ആർക്കും കിട്ടുമല്ലോ, ഏത് പള്ളിയിലും ഖുർആൻ ഉണ്ടല്ലോ. അതിലെ 37-ലും 100-ൽ എന്താ ഉള്ളത്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സ്വാലിഹായ ഒരു മകനെ തരണേ, ഒരു കുട്ടിനെ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ. വലമ്മ കുംബി ദുആഇക റബ്ബി ശഖിയ, സക്കരിയ നബി പറയാണ്, അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ നിരാശനല്ല. 25 കൊല്ലം ആമിനത്താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു തഹജ്ജുദിൽ റബ്ബിനോട് ദുആ ചെയ്തു കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട്. 25 കൊല്ലായിട്ട് അവർക്ക് കുട്ടിനെ കിട്ടിയില്ല. അപ്പൊ CM അടൂര് അവരുടെ വീടിന്റെ തൊട്ട് അരികിലൂടെ നടന്നു പോകുമ്പോ ആമിനത്താത്താനോട് ചോദിച്ചത്രേ, നിനക്ക് കുട്ടിനെ വേണോ? 25 കൊല്ലം അള്ളഹാനോട് കുട്ടിനെ ചോദിച്ച ആമിനത്താത്ത CM അടൂര് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ തന്നാ മതി. കണ്ടോ, ഇതാണ് നമ്മുടെ സമുദായം. എന്നാ ഇബ്രാഹിം നബിയോ കുട്ടികളെ ചോദിച്ച അള്ളഹാനോടാണ്, സക്കരിയ നബിയോ കുട്ടികളെ ചോദിച്ച അള്ളഹാനോടാണ്. ഫിറോന്റെ കൊട്ടാരത്തിലെ പോകുമ്പോൾ മൂസാ നബി ദുആ ചെയ്തതോ
20-ാം അധ്യായം 25, 26, 27, 28 ലേ റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞങ്ങൾ ഉദ്ധരിക്കുന്നതിന്റെ തെളിവതാ. എന്നിട്ട് അല്ല പറയാണ്, അല്ലല്ലാത്തവരോട് ഇസ്തിഹാസ നടത്താൻ ലാ ബുർഹാന ലഹു ബിഹി. അള്ളാന്റെ ഖുർആനിൽ ഒരു വാചക, ഖുർആനിൽ 23-ാം അധ്യായം 117, മുജാഹിദ് ബാലിശ്ശേരിന്റെ വകയല്ല, വിശ്വത്തിന്റെ വകയല്ല. ലാ ബുർഹാന ലഹു ബിഹി, അല്ലല്ലാത്തോലെ വിളിക്കാൻ, അല്ലല്ലാത്തോലെ ഇലാഹാക്കാൻ, അവരെ വിളിച്ചു ദുആ ചെയ്യാൻ, ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവും അവർക്കില്ല. തെളിവില്ല എന്നല്ല പറയാ, ഖുർആനിൽ തെളിവുണ്ട് എന്ന് ഉസ്താദ് പറയാ. അപ്പൊ ഒന്നെങ്കിൽ അല്ല കള്ളം പറഞ്ഞു, അല്ലെ ഉസ്താദ് കള്ളം പറഞ്ഞു. അല്ല എന്തായാലും കള്ളം പറയില്ല, ഉസ്താദ് ഒരുപാട് കള്ളം പറയുകയും ചെയ്യും കേട്ടോ. ചിന്തിക്ക്, അല്ല പറയാണ് ലാ ബുർഹാന ലഹു ബിഹി, അവർക്ക് യാതൊരു തെളിവും ഇല്ല. സിമ്പിളായി തൗഹീദ് പഠിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഖുർആനിലെ 39-ാം അധ്യായം. ഇത് നിങ്ങളിപ്പോ വീട്ടിലിരുന്നിട്ടോ പള്ളിയിലിരുന്നിട്ടോ മദ്രസയിലിരുന്നിട്ടോ എവിടെ ഇരുന്നിട്ടോ നിങ്ങൾ നോക്കിക്കോ. ഖുർആൻ എടുത്തു വെച്ച് ഈ റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾ നോക്ക്. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറാൻ, അതിലെ 45-ാമത്തെ വചനം വായിച്ചാൽ പിന്നെ ഒരാളും EK സുന്നിയാവൂല, AP സുന്നിയാവൂല. എനിക്ക് ഉറപ്പുണ്ട്, ഈമാനുള്ള ഒരാളും പിന്നെ EK സുന്നിയാവൂല, AP സുന്നിയാവൂല. അവരൊറ്റ ആയത്ത് സത്യവും അസത്യവും വേർതിരിക്കാനാണ്. ഇവിടുത്തെ സമസ്ത ശരിയാണോ മുജാഹിദാണോ ശരി എന്ന് സ്ഥാപിക്കുന്ന ഒരു ഖുർആന്റെ വചന നിങ്ങൾ ഇപ്പോഴത്തെ എടുത്തു നോക്കൂ. വൈദാ ദുക്കിറല്ലാഹു, അല്ല പറയാണ്, അള്ളാനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രാർത്ഥന അള്ളഹാനോട് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ഇസ്തിഹാസ അള്ളഹാനോട് മാത്രം എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. സഹിക്കാൻ പറ്റാത്ത, എനിക്കറിയാം പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്നുള്ള എത്രയോ പോസ്റ്റർ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ധാരാളമായി കീറുമായിരുന്നു. ഇപ്പൊ താരതമ്യേന കുറവാണ്. അതിന് പല കാരണവുമുണ്ട്, ഞാൻ അവിടേക്ക് വരുന്നില്ല. പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കും. കീലത്ത് മുഹമ്മദ് മാഷ് പറയുന്നുണ്ട്, മൊറാർജിക്കൊരു മൂത്രവും മുജാഹിദുകൾക്കൊരു മാത്രവും. അപ്പൊ മാത്രത്തോട്, മുസ്തഫൽ ഫൈസിക്ക് മാത്രത്തോട് ഭയങ്കര ദേഷ്യമാണ്. അല്ല പറയുന്നത് എന്താണ് ഖുർആനില്? അള്ളാനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് സഹിക്കൂലാന്ന്. അടുത്ത വാചകം എന്താ? ആയത്തിന്റെ ബാക്കി എന്താ? വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനി ഇദാഹും യസ്തബിശിറൂൻ. അള്ളാന്റെ കൂടെ CM അടവൂരിനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. APക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. 1400 വർഷം മുമ്പേ APക്ക് ഹാപ്പി ആയിരിക്കും. എങ്ങനെ? അള്ളാഹിനെ പറ്റി മാത്രം നിങ്ങളോട് പറയരുത്. മൊയ്തീൻ ഷെയ്നെ വിളിക്കാം, മമ്പർ തങ്ങളെ വിളിക്കാം, ഉള്ളാളം തങ്ങളെ വിളിക്കാം, ജിബ്രി അതുപോലെ മറ്റേ തങ്ങളെ വിളിക്കാം, ഇന്ന തങ്ങളെ വിളിക്കാം എന്ന് അവരോട് പറയപ്പെട്ടാൽ വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. എൻ്റെ ഒരു ചോദ്യം, ഇത് ഖുർആനിലുള്ളതാണോ? നിങ്ങൾ ഇന്ന് പോയിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് എങ്ങനെ ഒരു ആയത്തുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ മുജാഹിദുകൾക്ക് ഭയങ്കര സന്തോഷ, അള്ളാഹിനെ മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ നമുക്ക് വളരെ ദുഃഖവുമാണ്. അപ്പൊ നമ്മൾ പരലോകത്തിൽ വിശ്വാസം ഇല്ലാത്തവല്ല അല്ലേ? എന്താടാ നീ ഇപ്പൊ അങ്ങനെ പറയാൻ? അള്ളാഹ് ഖുർആനിൽ അങ്ങനെ പറയണ്. 39-ാം അധ്യായം 45. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സത്യാന്വേഷികളുടെ ഏറ്റവും വലിയൊരു വികാരം എന്താ? സത്യമാണോ എന്ന് അന്വേഷിക്കും അല്ലെ? ഒരു കോടതിയിലൊക്കെ ഒരു കേസ് വന്നാൽ ഒന്നും പഠിക്കൂലേ? നിങ്ങൾ വെറുതെ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി, നിങ്ങൾ മുജാഹിദാവും. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പിന്നെ 1 മിനിറ്റ് സമസ്തക്കാരനായി തുടരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ഈമാൻ ഉണ്ടെങ്കിൽ കേട്ടോ, ഈമാൻ ഇല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? ഈ ഒരൊറ്റ വചനത്തിൽ അല്ല പറയാണ്, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹിനെ മാത്രമേ വിളിച്ചു തേടാവൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹിൻ്റെ മുമ്പിലെ നേർച്ച നേരാവൂ എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് ദേഷ്യം പിടിക്കലുണ്ടോ? ഇല്ല. പിന്നെ ആർക്കാ ദേഷ്യം പിടിക്കല്? കുരുവട്ടൂരികൾക്ക്, SKSSFന്, SSFന്, ഓൽക്കല്ലാതെ വേറെ ആർക്കാ ദേഷ്യം പിടിക്കല്? നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ആരെ പറ്റി അള്ളത് പറയുന്നത്? ഈ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ സത്യം ഏത് അസത്യം ഏത് എന്ന് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ അടുത്തൊരു തെളിവ് കൂടെ പറയാം. ഇപ്പൊ കറാമത്ത് മുജാഹിദുകൾ നിഷേധിക്കുന്നില്ല എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു. കറാമത്ത് യാഥാർത്ഥ്യമാണ്. എന്നാ കറാമത്തുള്ളവരോട് അത് വെച്ച് തേടാമോ? നമുക്ക് ഖുർആനോട് ചോദിക്കാം. ഞാൻ എല്ലാം ഖുർആനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 36 മുതൽ 43 വരെയുള്ള വചനം പഠനത്തിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ലോക സ്ത്രീകളിൽ ഏറ്റവും മുൾക്കിട്ടയാക്കി മറിയം ബീവിയെ. ഈ മറിയം ബീവി മിഹ്റാബിൽ, സക്കരിയ നബി മിഹ്റാബിലൊക്കെ വരുന്ന സമയത്ത് മറിയം ബീവി മിഹ്റാബിൽ, ആ മിഹ്റാബില്
സീസൺ അല്ലാത്ത കാലത്ത് വ്യത്യസ്ത ഫ്രൂട്ടുകൾ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ് ആകാശത്ത് നിന്ന്. വേറെ ആരും കൊണ്ട് കൊടുക്കില്ല, അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. മറിയം ബീവിയിലൂടെ അള്ളാഹു കറാമത്ത് പ്രകടിപ്പിക്കുകയാണ്. അപ്പോ സക്കരിയ നബി ചോദിക്കുകയാണ്, അന്നാലക്കി ഹാദ. ശരിക്ക് സഹോദരിമാരെ ചിന്തിക്കണം. അന്നാലക്കി ഹാദ, എവിടുന്നാണ് മറിയമേ ഇത്? എവിടുന്നാണ് മറിയമേ ഇത്? ഇനി നിങ്ങൾ ചിന്തിക്കൂ. സമസ്തക്കാർ പറയുന്നതാണ് ദീനെങ്കിൽ മറിയം ബീവി എന്താ പറയേണ്ടത്? എൻ്റെ കഴിവാണ്, എൻ്റെ കഴിവാണ്, ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നതാ, ഇങ്ങനെ കൈവച്ചാൽ ഇങ്ങോട്ട് വരും എന്നാണോ പറഞ്ഞ്? അല്ല, കാലത്ത് അവർ പറഞ്ഞു, മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇന്ദില്ല, ഇത് അല്ലാഹ് തന്നതാണ്. പോരെ? മുജാഹിദുകൾ പറയുന്ന അത്രേ ഉള്ളൂ, ഈ കറാമത്ത് അല്ലാഹ് തന്നതാണ്. എന്നിട്ട് ഇനിയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് സീസൺ അല്ലാത്തൊരു കാലത്ത് ഒരു ഫ്രൂട്ട് അയാളെ കയ്യിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക വിചാരിക്കുക. അയാളോട് ചോദിക്കുന്നത് എവിടുന്ന? ഇതിന്റെ കഴിവാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഫ്രൂട്ടിന് ചോദിക്കേണ്ടത് അയാളോടാ. പിന്നെ അയാൾ പറയാം ഇതിന്റെ കഴിവല്ല, പടച്ചോൻ തന്നതാണെങ്കിലോ പടച്ചോനോടാ ചോദിക്കേണ്ടത്. അതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അതുകൊണ്ട് സക്കരിയ നബി നിങ്ങൾ നോക്ക്, സക്കരിയ നബി എന്തിനാ ചോദിച്ചെന്നറിയോ? ഇത് മറിയമിന്റെ കഴിവാണെങ്കിൽ മറിയമിനോട് ചോദിക്കാം. കാരണം സക്കരിയ നബിക്ക് കുട്ടിയില്ല, കറാമത്ത് കൊണ്ട് കുട്ടീനെ തരാൻ കഴിയുമെങ്കിൽ അത് ചോദിക്കാനാ സക്കരിയ നബി ചോദിക്കണത്. അന്നാലക്കി ഹാദ. കാരണം സീസൺ അല്ലാത്ത കാലത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഫ്രൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണെങ്കിൽ എനിക്കൊരു കുട്ടിനെ തരാൻ കഴിയില്ലേ? ഇതാണ് സക്കരിയ നബിയുടെ ചിന്ത. അതുകൊണ്ട് സക്കരിയ നബി ചോദിക്കാൻ അന്നാലക്കി ഹാദ, ഇത് എവിടുന്ന് കിട്ടി? കാലത്ത് അവർ പറഞ്ഞു ഹോമിൻ എന്തില്ല, അല്ലാഹ് എന്നതാണ്. അപ്പൊ എന്തായി? മറിയം ബീവിനെ വിട്ടു സക്കരിയ നബി, അതോടുകൂടി മറിയം ബീവിനെ വിട്ടു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യണത്? അല്ലാഹ് പറയട്ടെ, മുജാഹിദ് ബാലുശ്ശേരി അല്ല, ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. അങ്ങനെ എന്ത്? ഹുനാലിക ദആ സക്കരിയ മറിയം. അങ്ങനെയാണെങ്കിൽ സമസ്തയാണ് ശരി, മുജാഹിദ് പിഴച്ചതാണ്. നേരെ മറിച്ച് സക്കരിയ നബി എന്താ പറയുന്നത്? ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് സക്കരിയ നബി റബ്ബിനോട് തേടീൻ, അവിടെ വെച്ച് മറിയമിനോട് തേടീനല്ല. അവിടെ വെച്ച് മറിയമിനോട് തേടാമെന്ന വാദം സമസ്തക്കുള്ള വാദമാണ്. അത് ദീനല്ല, ഇസ്ലാമല്ല. അപ്പൊ എന്ത് മനസ്സിലായി? കറാമത്തുണ്ട്. കറാമത്ത് കാണിച്ച പെണ്ണിലൂടെ ചോദിക്കാൻ അള്ളാഹു അവകാശം നൽകിയിട്ടില്ല. കാരണം അത് അവരുടെ കഴിവല്ല, അള്ളാഹ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിനെ ചോദിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് മനസ്സിലാക്കി? എന്റെ തലമുടി നരബാധിച്ചതാണ്, എന്റെ എല്ലുകൾ ദുർബലമാണ്, എന്റെ ഭാര്യ വന്ധ്യയാണ്. പക്ഷേ സീസൺ അല്ലാത്ത കാലത്ത് മറിയമിലൂടെ ഈ ഭക്ഷണം നൽകുക വഴി അത്ഭുതം കാണിച്ച എന്റെ റബ്ബിന് ഹുനാലിക ദആ സക്കരിയ, റബ്ബിനോട് അവിടെ വെച്ച് സക്കരിയ നബി തേടുകയുണ്ടായി. അപ്പൊ ഇസ്മു, അദ്ദേഹത്തിന് ഒരു മകനെ കൊടുത്തു, യഹിയ അലൈഹിസ്സലാം. ഇവിടെയാണ് മർമ്മം. ഈ മർമ്മമാണ് മുജാഹിദുകൾ പറയുന്നത്. കറാമത്തുള്ളതാണ്, പക്ഷെ കറാമത്തുള്ളവരോട് തേടാൻ ഇസ്ലാമിൽ ഒരു തെളിവും ഇസ്ലാമിക ലോകത്തില്ല. ബാക്കിയൊക്കെ നുണയാണ്. അതുകൊണ്ട് എന്തും അള്ളാഹിനോട് ചോദിക്കുക. തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി, എനിക്ക് അല്ലാഹ് മതി എന്നാ പറഞ്ഞത്. എനിക്ക് അല്ലാഹ് മതി എന്നാ പറയുന്നത്. പടച്ചോൻ മതി. ആ പടച്ചോൻ മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് വിജയം. ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹ് മതി. ഇവിടെയാണ് എനിക്ക് അല്ലാഹ് മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് യഥാർത്ഥ ആരാധനയിലേക്കുള്ള മടക്കം. അല്ലേ? മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. 12-ാം അധ്യായം 101-ാമത്തെ വചനമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വന്നു. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. 21-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. ചോദിച്ചത് അല്ലാഹുവിനോടാണ്, രോഗം മാറ്റി തരണേ റബ്ബേ എന്നാണ്. അല്ലേ? നോക്കൂ, സകലമാന നിയമത്തും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിയമത്തും തരുന്ന CM അടവൂരാണെന്നാണ് അബ്ദുസ്സമദ് സഖാഫി പ്രസംഗിക്കുന്നത്. അബ്ദുസ്സമദ് സഖാഫിയുടെ പ്രസംഗം എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും സകല നിയമത്തും തരുന്നത് CM അടവൂരാണ്. എത്ര വലിയ കുഫ്റാണത്! സകല നിയമത്തിന്റെ ഉടമ അള്ളയാണ്. എല്ലാ നിയമത്തും അള്ളാഹുവിൽ നിന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവർ പറയുന്ന എല്ലാ നിയമത്തും 35 കൊല്ലം മുമ്പ് മരിച്ചുവേ ചിറ്റടി മീത്തൽ അബൂബക്കറിൽ നിന്നാണ്, CM അടവൂരിൽ നിന്നാണ്. എത്ര വലിയ കുഫ്റാണ് ഈ കൗമ്! വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു നബി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജകൊട്ടാരത്തിൽ ചെന്ന് പരിചയപ്പെടുത്തുന്ന എന്താ? ഫിറൗനോട് ചർച്ച. അതുകൊണ്ടല്ലേ ഫിറൗൻ എന്ത് ചോദിച്ചത്? നേരത്തെ ഇവിടെ ഉദ്ധരിച്ചു, ഷർഫി ഉദ്ധരിക്കേണ്ടായി. ഖുർആനിലെ 20-ാം അധ്യായം 49-50 വചനങ്ങൾ. അവിടെയാണ് ഫമൻ റബ്ബുകുമാ യാ മൂസ, നിങ്ങൾ പറയുന്ന ഈ റബ്ബാരാണ്?
റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ റബ്ബ് എന്നതാണ്. അപ്പൊ റബ്ബിനെ കുറിച്ചാണ് ചർച്ച അല്ലേ? മൂസാ നബിയുടെ ചർച്ച റബ്ബിനെ കുറിച്ചാണ്, ഇബ്രാഹിം നബിയുടെ ചർച്ചയോ റബ്ബിനെ കുറിച്ചാണ്, എല്ലാ പ്രവാചകന്മാരും റബ്ബിനെ കുറിച്ചാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതോ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ട ആള്. 33-ാം അധ്യായം 46-ാമത്തെ വചനം അല്ലേ? ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അനാ വമനിത്തബഅനി. സൂറത്ത് യൂസുഫ് 108-ാമത്തെ വചനം. ഇതാകുന്നു എൻ്റെ മാർഗം, ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ചാലിയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കാലിക്കറ്റിൽ. അപ്പോൾ ഈ മുഹമ്മദ് അഹ്സനി പകര അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, പകര അഹ്സനി അള്ളാഹിനെ പറ്റി പ്രസംഗിക്കുന്ന 1 മിനിറ്റ് പ്രസംഗം നിങ്ങൾ എനിക്ക് കൊണ്ടുവരൂ, ഞാൻ വെല്ലുവിളിക്കുന്നു. നേരെ മറിച്ച് സി എം മടവൂരിനെ പടച്ചോനാക്കി ആരാധിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, സി എം മടവൂരാണ് പടച്ചോന്ന് അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് ഞാനും പറഞ്ഞു. അതിന് പകര അഹ്സനി വന്നിട്ട് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയാം ഞങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ അള്ളാഹിനെ പറ്റി പ്രസംഗിക്കാറില്ല, ശരിയാണ്, അത് ബാലുശ്ശേരി പറഞ്ഞത് ശരിയാണ്, ഞാൻ റസൂലിനെ പറ്റി പ്രസംഗിക്കാറുണ്ട്, എനിക്കത് മതി, അത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയാറില്ല, അത്ര വലിയ നന്ദി കേട് അള്ളാഹുവിനോട് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ലോകത്തെ എന്തും അള്ളാഹ് നമുക്ക് നൽകിയതാ, എന്നിട്ടും ആ അള്ളാഹിനെ മറക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വൈദ തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനമാണ്. ഞങ്ങൾക്ക് ഒരുപാട് നിയമത്ത് തന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ അധികരിപ്പിച്ചു തരും, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാലോ ഞാൻ നിങ്ങളെ പിടിച്ചു ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് അള്ളാഹ് പറഞ്ഞത്, നന്ദി കാണിക്കാനാണ്. ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അബ്ദുസ്സമദ് സക്കാഫി പറയുന്നതോ ഇത് സി എം മടവൂരിന്റെ അനുഗ്രഹമാണ്. കണ്ടോ, ഒന്ന് കുഫ്റാണ്, ഒന്ന് ഇസ്ലാമാണ്. നിങ്ങൾ കുഫറിലേക്കാണോ വിളിക്കുന്നത്, അതാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, അല്ല റബ്ബിലേക്കുള്ള വിളിയാണോ? ഏതാണ് ഈ നാട്ടുകാർ മുകളിലേക്ക് എടുക്കുന്നത്? ഞങ്ങൾക്ക് അത്രേ ചോദ്യം. ഞങ്ങളും നിങ്ങളും ഒരേ കബറിൽ കിടക്കേണ്ടി വരില്ല, ഉറപ്പാണല്ലോ. അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്ത് നജ്മിലെ 38-ആണ്, 53-ാം അധ്യായമാണ്. ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ചുമക്കില്ല. പരലോകത്ത് വന്നിട്ട് ചോദിക്കും നരകത്തിന്റെ കാവൽക്കാർ, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو ناكل ما كنا في أصحاب السعير. താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 8, 9, 10 താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ അവർ പറയും, താക്കീതുകാരൊക്കെ വന്നിരുന്നു, ഞങ്ങൾ ചെവി കൊടുത്തില്ല, അങ്ങോട്ട് പൊണ്ടാന്ന് പറഞ്ഞു, ഞങ്ങൾ കച്ചറുണ്ടാക്കുന്നു പറഞ്ഞു, ഞങ്ങൾ ബേളുണ്ടാക്കുന്നു പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ മാത്രം മതി നാട്ടിൽ. അങ്ങനെ ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഞങ്ങൾ മാത്രം മതി, ഞങ്ങളുടെ ആദർശം മതി. അത് ഭീകരവാദമാണ്, അതിൻ്റെ പേരാണ് ഭീകരവാദം. മുസ്ലിങ്ങൾക്ക് ഭീകരവാദികളാകാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് ഭീകരവാദിയാകാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ ആദർശം ഇത് ഇന്ത്യ രാജ്യമാണ് എന്ന് പറയേണ്ടവരാണ് നമ്മൾ. ഏതാ രാജ്യം? ഇത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ ആർക്കും ആരുടേതും പറയാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നെ അമ്പലത്തിൽ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഹൈന്ദവർ. എത്രയോ അമ്പലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, എത്രയോ കനീസകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ മതമൈത്രി സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 300-ലധികം വരുന്ന സന്യാസിമാരും പള്ളിയിലച്ചന്മാരുടെ കൂടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാകുന്നില്ല. എന്താ കാരണം? അവരുടെ ഉസ്താദ്മാർ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദുനിയാവിലെ കാര്യമാണ്. യൗകുലൂന അംബാൽ അന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ. പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും ജനങ്ങളുടെ തന്നെ അന്യായമായി തിന്നുന്നവരാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു നബി വന്നിട്ട് ദർഗ കെട്ടി ഉയർത്തി അവിടെ പൂജയും ഉറൂസും. ഇപ്പം നിങ്ങൾ നോക്ക്, BP അങ്ങാടി തിരൂരിനടുത്ത് ആന ചവിട്ടിയിട്ട് ഒരു ഹൈന്ദവ സഹോദരൻ മരിച്ചു. ഇസ്ലാമല്ല അത്. ഇസ്ലാമിൽ അത്തരം നേർച്ചകളില്ല, അത്തരം വഴിപാടുകളില്ല, ഒന്നുമില്ല. ഇസ്ലാം അള്ളാഹുവിനോട് നമുക്ക് എന്ത് പരാതി ഉണ്ടോ അതൊക്കെ പടച്ചവനോട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ല പറഞ്ഞിട്ട് നബി പറയുന്ന ഒരു വാചകമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല പറയുന്നത്, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ നബിയേ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല.
72-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പറയൂ നബിയേ, മസ്ജിദുകൾ അല്ലാഹുവിൻ്റെതാണ്, അവിടെ വെച്ച് നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. എത്ര കൃത്യമാണ്. യുലിജുൽ ലൈല ഫിന്നഹാർ വയുലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. എത്ര മനോഹരമാണ്. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനം. രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നവൻ അല്ലാഹ്. എന്നിട്ട് അല്ലാഹ് പറയണ എന്തറിയോ? ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും മരിച്ചുപോയൊരു നബിയും ഉടമപ്പെടുത്തിയിട്ടില്ല, ഒരു വലിയും ഉടമപ്പെടുത്തിയിട്ടില്ല. ഈത്തപ്പന കുരുല്ലേ, ആ കുരുവിന്റെ വെളുത്തൊരു പാടല്ലേ നമ്മൾ നാഗം കൊണ്ട് ഇങ്ങനെ മാന്തിയാ കിട്ടണ ഈത്തപ്പന കുരുവിലെ പാട, അതുപോലും ഒരു വലിയ ഉടമപ്പെടുത്തിയിട്ടില്ല എന്നല്ല. എന്നിട്ട് നമ്മളെ ആളുകൾ പറയാണ് ഇവരെല്ലാ കഴിവുള്ളവരാണ്, അള്ളാനേക്കാൾ കുറച്ചുകൂടി കഴിവുള്ളവരാണ്. എങ്ങനെയുണ്ട്? അവിടെയാണുള്ളത്. സി എം അടവൂര് അല്ലയാന്ന് പറഞ്ഞു പോന്ന്, അനല്ലാ എന്ന് സി എം അടവൂര് പറഞ്ഞു പോന്ന്. പച്ച കുഫ്റല്ല അത്. ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി, ഒരു മഖ്ലൂക്ക് ഞാൻ അല്ലയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കുക? ഓന് പിരാന്താണ് എന്ന് അല്ലേ? അല്ലെങ്കിൽ ഓന് ഇസ്ലാം അറിഞ്ഞുകൂടാ, അത്രല്ലേ മനസ്സിലാക്കേണ്ടുള്ളൂ. അത് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫിറൗനാണ് ഏറ്റവും വലിയ വലിയ. കാരണം ഞാൻ അറബ് എന്ന് പറഞ്ഞ ആളാ മുപ്പര്. എന്നിട്ട് അല്ലാഹ് അദ്ദേഹത്തെ പറ്റി എന്താ പറഞ്ഞ്? കുഫ്റിലാണ്. ഏത് ഫഖാല അന റബ്ബുക്കുമില്ല അല, ഞാനാണ് ഉന്നതനായ റബ്ബ്. അത് എന്നെ സി എം അടവൂരും പറഞ്ഞു. പിന്നെന്താ കാര്യം? ഫിറൗനും സി എം അടവൂരും. സി എം അടവൂര് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക്, അതേ കാര്യം ഫിറൗൻ പറഞ്ഞാൽ നരകത്തിലേക്ക്. അങ്ങനെ ഉണ്ടാവുമോ? നിങ്ങൾ ചിന്തിക്ക്. ഇനി അബൂജഹലിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഫമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ആർക്കാണ്? ഈ അണ്ടഘടാകത്തിന്റെ നിയന്ത്രണം ആർക്കാണ്? അബൂജഹലിനോട്. അപ്പൊ അബൂജഹൽ പറയാണ് അള്ളാഹ്ക്കാണ്. ഞങ്ങൾക്ക് ഇതര അഭിപ്രായമില്ല. അബൂബക്കറിനോട് ചോദിച്ചു ഞങ്ങൾ ഈ അടുത്ത കാലത്ത്. കേരളത്തിലൊരു അബൂബക്കർ ഉണ്ടല്ലോ, ഈ അബൂബക്കറിനോട് ചോദിച്ചു, അല്ല അബൂബക്കറെ ലോകത്തിന്റെ നിയന്ത്രണം ആർക്കാണ്? മൂപ്പരാണ് ചിച്ചടി മീത്തൽ അബൂബക്കറിനാണ് ആണ്. അബൂജഹലിന്റെ ഈമാനിലേക്ക് പോലും മുസ്ലിം ഉമ്മത്ത് എത്തിയിട്ടില്ല. അബൂജഹലിന്റെ ഈമാനിലേക്ക് പോലും. നിങ്ങൾക്ക് എന്ത് കേൾക്കണം? വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 32-ാമത്തെ വചനം എന്തറിയോ? എന്തറിയോ നിങ്ങൾക്ക്? വൈദാ ഖശിയഉം മൗജുൻ കല്ലുലൽ ജാവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കയിലെ മുശ്രിക്കുകൾ കടലിൽ കാറ്റും കോളും വന്ന് ആ കപ്പൽ മുങ്ങുന്നു വന്നാൽ ജാവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി. ഈ ഖിലാസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലബനൻ ഖാലിസ എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ ഇത് രണ്ടും കലരാതെ ശുദ്ധമായി നിൽക്കുന്നത്, ഏകമായി നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ മുഖ്ലിസാകുക എന്ന് പറഞ്ഞാൽ അള്ളാനെ മാത്രം. മക്കയിലെ മുശ്രിക്കുകളുടെ പ്രത്യേകത എന്താ? കടലിൽ മുങ്ങുന്നു തോന്നിയാൽ അള്ളാനെ മാത്രം വിളിക്കും. അന്ന് ഇബ്രാഹിം നബിയെ രക്ഷിക്കണേന്ന് പറയില്ല, ഇസ്മായിൽ നബിയെ കാക്കണേന്ന് പറയില്ല, ഉസൈറയെ കാക്കണേന്ന് പറയില്ല, മറിയം ബീബിയെ കാക്കണേന്ന് പറയില്ല. ലോകത്തിന്റെ തമ്പുരാനെ മാത്രം അവർ വിളിക്കും നല്ല പറയാണ്. എന്നിട്ട് അള്ള പറയണം അള്ളാനെ മാത്രം വിളിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്. കരയിലേക്ക് എത്തി അവർ ശിർക്ക് ചെയ്യും. എന്താ ശിർക്ക്? ഒരു മരീശയിനെ വിളിക്കുന്നു, മമ്പർ തങ്ങളെ വിളിക്കുന്നു. എന്തിന്? ഖലീൽ തങ്ങൾ കടലിൽ പെട്ടപ്പോ വിളിച്ചത് ബദരീങ്ങളെയാണ്. അബൂജഹലിന്റെ ഈമാൻ പോലും ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഈ വസ്തുതയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം എന്താണ്? ശിർക്ക് ചെയ്ത അള്ളാനെ കണ്ടുമുട്ടിയ അള്ളാഹ് ഒരിക്കലും പൊറുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഖുർആനിലെ 4-ാം അധ്യായം 48-ാമത്തെ വചനം. ഖുർആനിലെ 4-ാം അധ്യായം 116-ാമത്തെ വചനം. ഖുർആനിലെ 5-ാം അധ്യായം 72-ാമത്തെ വചനം. ഖുർആനിലെ 39-ാം അധ്യായം 65-ാമത്തെ വചനം. ഖുർആനിലെ 5-ാം അധ്യായം 72-ാമത്തെ വചനം. ഇത്രയും വചനത്ത് പറയാണ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സകല അമലും പൊടിയുന്നു മാത്രമല്ല അവന് നരകമാണ്, അവന് സ്വർഗം നിഷിദ്ധമാണ്. അപ്പൊ ഏറ്റവും വലിയ തെറ്റ് എന്താ? അള്ളാഹ് നമുക്ക് മതിയായിപ്പെടാത്ത. എല്ലാ പ്രവാചകന്മാരും പറയുന്നത് ഞങ്ങൾക്ക് അള്ളാഹ് മദീന. നമ്മൾ പറയുന്ന അള്ളയും വേണം, മൊയ്തീൻ ശേഖും വേണം, മമ്പറന്നങ്ങളും വേണം. ഏത്? ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ ഇവരെയും കൂടെ വേണം. ഇതാണ്. ഇത് തെറ്റാണ്, ഇത് ശിർക്കാണ്. ഇത് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് നിങ്ങളോട് അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇതാണ് സത്യത്തിന്റെ വഴി. ഖുർആനിൽ ഒരിടത്തും രോഗം മാറാൻ അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഖുർആനിലെ സന്താനത്തെ കിട്ടാൻ അള്ളാഹിനോടല്ലാത്ത വേറൊരാൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഖുർആനിലെ സൗഭാഗ്യം ഉണ്ടാകാൻ അള്ളാഹിനോടല്ലാതെ വേറൊരാൾ പ്രാർത്ഥിച്ചിട്ടില്ല. രോഗം മാറാൻ അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇങ്ങനെ എന്തൊക്കെ ഖൈറാത്തുകളുണ്ടോ അതൊക്കെ അള്ളാഹുവിനോടാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ. 36-ാം അധ്യായം
39-ാം അധ്യായം 36-ാമത്തെ വചനം, അല്ല പോരേ എന്ന് ചോദിക്കുക പറയേ അല്ല പോരാ, ഞങ്ങൾക്ക് മരിച്ചുപോയ ആളുകൾ. മാത്രമല്ല മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കഴിവുകേടല്ലേ? ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കഴിവുകേടല്ലേ? സ്വന്തം ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാനാകാത്ത ആളുണ്ടോ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്? ഇവിടെ ചങ്ങായി ഒരു കൈപ്പിടി വലുപ്പത്തിലുള്ള ഹൃദയം നിയന്ത്രിക്കാൻ പറ്റാതെ മരിച്ചു 35 കൊല്ലം മുമ്പ് CM മടവൂര്. എന്നിട്ടാണ് ആകാശത്ത് പറക്കുന്ന ഫ്ലൈറ്റ് മൂപ്പര് പിടിച്ചു വെക്കുന്നു, ട്രെയിന് തടുത്ത് വെക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് തലച്ചോറ് എന്തായി പോവുകയാണ് മനുഷ്യന്റെ? ഈ മനുഷ്യന്റെ തലച്ചോറ് എന്ത് സംഭവിക്കുകയാണ് എന്ന്. 35 കൊല്ലം മുമ്പ് മരണത്തിന് വിധേയമായ ഒരാള് ലോകത്തെല്ലാ ഫ്ലൈറ്റും നിയന്ത്രിക്കുന്നു, ഈ സൂര്യനും ചന്ദ്രനും അദ്ദേഹം നിയന്ത്രിക്കുന്നത്, എൻ്റെ ഹൃദയം അദ്ദേഹം എന്തൊരു പൊട്ടൻ വിശ്വാസമാണ് മുസ്ലിം സമുദായത്തിൽ. ചിന്തിക്കണം നമ്മൾ. നമുക്ക് മറ്റുള്ള സമൂഹത്തോടു കൂടി ഈ ഹക്ക് ഉറക്കെ പറയേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ സമയബന്ധിതമായി സൂചിപ്പിക്കാനുള്ളത് ഇക്കാര്യമാണ്. നരകത്തിൽ മശ്റയിൽ നരകാഗ്നിയിൽ എത്തിപ്പെടാതിരിക്കും. ഇപ്പൊ അബൂജഹലിന്റെ മകൻ ഇസ്ലാം ആയത് എങ്ങനെയാ? അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ച ഒരു കപ്പൽ യാത്രയിലാണ്. ആ കപ്പൽ യാത്രയിൽ കാറ്റും കോളും വന്നപ്പോ കപ്പിത്താൻ എന്ന് പറഞ്ഞ് അള്ളാനെ വിളിച്ചോളി, അതേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അള്ളാനെ വിളിച്ചോളിയും. അപ്പൊ അബൂജഹലിന്റെ മോൻ ചോദിക്കുകയാണ്, ആഹാ കടലിൽ അള്ള മാത്രമേ രക്ഷപ്പെടുത്തൂ? മുഹമ്മദ് നബി പറയുന്ന അല്ല? അതെ, മുഹമ്മദ് നബി പറയുന്ന അല്ല. ആ അള്ളാഹ്ക്ക് മാത്രമേ നമ്മളെ കടലിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അപ്പൊ ഇക്രിമ റളിയല്ലാഹു പറയണം, അങ്ങനെയാണെങ്കിൽ കടലെന്നേടത്തുനിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ കരയിലും അള്ളാഹ്ക്കേ കഴിയൂ. അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഉണ്ടോ? ഇക്രിമ റളിയല്ലാഹുവിന്റെ വിശ്വാസം അതുവരെ എന്തായിരുന്നു? കരയിൽ ഔലിയാക്കൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും, അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറയുന്നത് എന്താ അറിയുന്നത്? കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരിയൻകും വലാ തഹ്വീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഖ്ദൂറ. ഖുർആനിലെ 17-ാം അധ്യായം 56-57 വചനം. അവർ പറയുന്നത് അറിയോ? അല്ലാഹു കുർമ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ലാ യംലികൂന എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുന്നു എന്നല്ല, ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. അവർക്ക് കഴിവില്ല എന്നാണ്. യംലികൂന മിസ്കാല ദർറ എന്നാണ് 34-ാം അധ്യായം സൂറത്ത് സബയിലെ 22-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതിൽ പറയുന്നത് അറിയോ? ലാ യംലികൂന മിസ്കാല ദർറ, മരിച്ചവർക്ക് അണുമണി തൂക്കം. ഇനി ഇവിടുത്തെ ഹൈന്ദവരായ ആളുകൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. മരിച്ചുപോയ ഒരാൾ നമ്മളെ കാണുന്നും കേൾക്കുന്നും അറിയുന്നും നമ്മുടെ സദസ്സിൽ വരുമെന്നും നമുക്ക് കുട്ടികളെ തരുന്നു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ തലച്ചോറിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നൊരു ദയനീയതയാണ് ഇസ്ലാം ട്രീറ്റ് ചെയ്ത. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു മരിച്ചു തരാൻ സമ്മതിക്കൂല. അതിന് അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചത് എങ്ങനെ അറിയോ? ഒന്നാം തരം വഹാബിസം. ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാത്ത, അദ്ദേഹം മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അള്ളാനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, അള്ളാഹ്ക്ക് മരണമില്ല, ഒരിക്കലും മരിക്കാത്ത സർവശക്തൻ. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. എല്ലാ വേദഗ്രന്ഥങ്ങളും ഇത് തന്നെയല്ലേ പറഞ്ഞത്? യേശുവിനെ കുരിശിലേറ്റുമ്പോൾ യേശു പ്രാർത്ഥിച്ച എങ്ങനെ? കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങെന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മ സബക്താനി. മാർക്കോസിലും യോഹന്നാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ ഇതേ കാര്യമാണ്. അപ്പൊ ലോകത്തെല്ലാ പ്രവാചകന്മാരും ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു പറയുമ്പോഴും ഇതല്ലാത്തൊരാശയം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അവസാനം അദ്ദേഹത്തിന്റെ ബിംബവും ഉണ്ടാക്കപ്പെട്ടു. ഇത് മനുഷ്യകുലത്തിന്റെ ഒരു തകരാറാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് മടങ്ങിപ്പോകാം സർവശക്തനായ ആരാധ്യനിലേക്ക്, യഥാർത്ഥമായ ആരാധ്യനിലേക്ക്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും وبث فيها من كل دابة فأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. 31-ാം അധ്യായം 10-11. അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടു നിർത്തിയ പടച്ചവൻ, ഭൂമി നിങ്ങളെയും കൊണ്ട് അളകാതിരിക്കാൻ പർവ്വതങ്ങളെ മൗണ്ടൈൻസിനെ ആണികളാക്കിയ നിങ്ങളുടെ റബ്ബ്, ആകാശത്തു നിന്ന് മഴ ചൊരിഞ്ഞിരുന്ന നിങ്ങളുടെ പടച്ചവൻ, അതുവഴി സസ്യലതാദികളെ മുളപ്പിച്ച പടച്ച തമ്പുരാൻ. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബ്നൽ മാഅ സബ്ബ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബ വഖളുബ വസൈതൂന വനഖ്ല വഹദായിക ഉൽബ വഫാഖിയതൻ വഅബ്ബ മതഅൻ ലക്കും വലിഅൻആമിക്കും. 80-ാം അധ്യായത്തിന്റെ
24 മുതൽ 32 വരെയുള്ള വചനം. എല്ലാ സൃഷ്ടിജാലങ്ങളെയും, ഈത്തപ്പനയും പച്ചക്കറികളും ഇടതൂർന്ന തോട്ടങ്ങളും എല്ലാം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ആ റബ്ബിലേക്കാണ് മടങ്ങേണ്ടത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. നോക്കൂ, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 190-91 വചനം. നിന്നും ഇരുന്നും കിടന്നും അള്ളാഹിനെ പറ്റി ആലോചിക്കാൻ, അല്ലേ? നമ്മൾ പലരും നിന്നും ഇരുന്നും കിടന്നും ഔലിയാക്കളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായി അള്ളാഹിനെ പറ്റി ആലോചിക്കുവാനും അള്ളാഹിനെ മാത്രം ആരാധിക്കുവാനുമാണ് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇലല്ലാഹി മർജൂക്കും ജമീഅ, നമുക്കെല്ലാവർക്കും ഒന്നിച്ച് റബ്ബിലേക്ക് മടങ്ങാം. അതാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. വംശു ഫീ മനാകിബിഹാ വഖുലു ബിർസിഖി വഇലൈഹി നുശൂർ. നിങ്ങൾ അള്ളാഹുവിലേക്കാണ് മടങ്ങി വരിക. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുക. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. 6-ാം അധ്യായം 82-ാമത്തെ വചനമാണ്. ഈമാനിൽ ഒരിക്കലും ദുൽമ കലർത്താതെ ഇന്ന ശിർക ലദുൽമിൻ അദീം. 31-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ശിർക്കാകുന്ന ഏറ്റവും വലിയ പാപം, അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും മൂത്താപ്പാക്ക് ഹിദായത്ത് കിട്ടാതെ നബി കരഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞ വാചകം ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇല്ല നബിയെ, സൂറത്ത് ഖസസ് 28-ാം അധ്യായം 56-ാമത്തെ വചനമാണ്. നബിയെ, താങ്കൾ സ്നേഹിക്കുന്ന ആൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങക്ക് സാധ്യമല്ല നബിയെ. അള്ളാഹുവിന് മാത്രമേ വെളിച്ചം നൽകാൻ കഴിയൂ. അള്ളാഹു വെളിച്ചം നൽകിയവർക്ക് വെളിച്ചമുണ്ട്, അള്ളാഹു വെളിച്ചം നൽകാത്തവർക്ക് വെളിച്ചമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിലൊന്ന് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിറങ്ങാം. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായതിലേക്കുള്ള യാത്ര. ഇന്നു മുതലെങ്കിലും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. ഒരു വേള ഞാൻ അതിശോക്തി പറയല്ല, ഇത്രയേറെ ഖുർആനിൻ്റെ വചനം ഈ നാട്ടിലെ മുജാഹിദുകളല്ലാത്ത ആളുകൾ അവരുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതായത് അവരുടെ ഒരു ഉസ്താദ് 80 കൊല്ലം ജീവിച്ചാൽ ജീവിതത്തിൽ ഓതാനാകാത്ത, 80 കൊല്ലം ഓതാനാകാത്തത് ഞാൻ ഈ 1.5 മണിക്കൂർ കൊണ്ട് ഓതി തീർത്തിട്ടുണ്ട്. അധ്യായവും പറഞ്ഞിട്ടുണ്ട്, വചന നമ്പറും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിൽ ഇതിന് സ്ഥലം തന്ന സഹോദരൻ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിദേകാംക്ഷിയായിട്ടുള്ളൊരു സഹോദരനാണ് നമുക്ക് ഈ സ്ഥലം തന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഏറെ പ്രതിഫലം നൽകട്ടെ. ഇവിടെ നമ്മുടെ പ്രസംഗം ഇതുവരെ കേട്ട എല്ലാവർക്കും അഗൈതവുമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. സർവശക്തനായ പ്രപഞ്ചനാഥനെ മുക്തകണ്ഠം സ്തുതിക്കുകയും അഗൈതവുമായ നന്ദി റബ്ബിനോട് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഫലസ്തീനിലെ ആളുകൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. അമേരിക്കയിലെ ലോസ് ഏഞ്ചലൻസിലും കാലിഫോർണിയയിലും പാവപ്പെട്ട ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു സമാധാനം നൽകട്ടെ. ലോകത്തെല്ലാവരിലും ഐക്യവും സ്നേഹവും അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ. കൂടുതൽ